ഹലോ. ഇത് രാവിലെയാണേ. അപ്പം ഇപ്പോൾ എണീക്കലും കാര്യങ്ങളെല്ലാം 5 മണിക്കാണ്. അപ്പോൾ മോൾക്ക് ക്ലാസ് തുടങ്ങി. ഇക്കാക്ക് ഓഫീസ് ടൈമിംഗ് ഒക്കെ ഇപ്പോൾ കുറച്ച് നേരത്തെയാണ്. അതുകൊണ്ട് രാവിലെ വെളുപ്പിന് 5 മണിക്ക് എഴുന്നേറ്റ് രാവിലെ വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് അടുക്കളയിൽ കയറി കുക്കിങ്ങാണ് ഇപ്പോഴത്തെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ റെഡിയാക്കുന്നത് ഇക്കാക്കുള്ള ലഞ്ച് ബോക്സാണ്. അപ്പോൾ ലഞ്ച് ബോക്സ് ഇന്ന് ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ നൂഡിൽസ് കൊടുത്തു വിടാമെന്നാണ്, ചിക്കൻ നൂഡിൽസ്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇക്കാക്ക് ലഞ്ച് ബോക്സ് കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ വീഡിയോ ഞാൻ ഇന്നേ വരെ എടുത്തില്ലായിരുന്നു. അപ്പോൾ ഇന്ന് ലഞ്ച് ബോക്സിൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും രാവിലെ വെളുപ്പിനെ എഴുന്നേറ്റ് കുക്ക് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ ഒരു മോർണിംഗ് കുക്കിംഗ് വ്ളോഗ് ആകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൽ ഞാൻ വലിയ ഡീറ്റെയിൽ ആയിട്ട് റെസിപ്പിയും കാര്യങ്ങളൊന്നും പറയുന്നില്ല. നമ്മുടെ കുറച്ച് കൊച്ചു വിശേഷങ്ങളും അതുപോലെ തന്നെ എൻ്റെ രാവിലത്തെ കിച്ചൺ പരിപാടികളും കാര്യങ്ങളും അത്രയൊക്കെ ഉള്ളൂ. ഒരു റെസിപ്പി വീഡിയോ എന്നുള്ള രീതിയിൽ ഞാൻ ചെയ്യുന്നില്ല. അപ്പോൾ എന്താണേലും ഇവിടെ കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു നൂഡിൽസ് ഉണ്ട്, ഇൻഡോമി നൂഡിൽസ് എന്ന് പറഞ്ഞിട്ട്. അത് വീറ്റ് നൂഡിൽസാണ്. അപ്പം ഹെൽത്ത് വൈസ് അത്ര വലിയ കുഴപ്പമൊന്നുമില്ല, വീറ്റാണല്ലോ. പിന്നെ അതിൻ്റെ അകത്തുള്ള ടേസ്റ്റ് മേക്കേഴ്സ് എന്ന് പറയുന്ന ഈ അജ്നാമോട്ടോ അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നുമില്ല. 100% സേഫ് ആയിട്ടുള്ള രീതിയിലുള്ള ടേസ്റ്റ് മേക്കേഴ്സൊക്കെയാണ് ഇവിടെ ഉള്ളത്, ആ പൗഡറും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞാൻ അതൊന്നും ആഡ് ചെയ്യുന്നില്ല. കാരണം ഞാൻ എൻ്റെ കയ്യിൽ അത് ഞാൻ കുറച്ചേ ആഡ് ചെയ്യുന്നുള്ളൂ. ഞാൻ മെയിനായിട്ട് ഇന്ന് നൂഡിൽസിൽ ആഡ് ചെയ്യുന്നത് എൻ്റെ കയ്യിൽ നിന്നുള്ള ടൊമാറ്റോ കെച്ചപ്പും സോയാ സോസും, പിന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്തത് ഉപ്പും പെപ്പർ പൗഡറും ചില്ലി പൗഡറും കുറച്ച് പെരുംജീരകപ്പൊടിയും കുറച്ച് ചില്ലി പൗഡർ പറഞ്ഞല്ലോ, ചില്ലി പൗഡറൊക്കെ ചേർത്തിട്ടുള്ള ഒരു മാരിനേഷൻ. പിന്നെ പച്ചമുളകും സവോളയുവേ ചേർക്കുന്നുള്ളൂ. കോമൺ ആയിട്ട് ഞാൻ വെജിറ്റബിൾസൊക്കെ ചേർത്തിട്ടാണ് നൂഡിൽസ് ഉണ്ടാക്കുന്നത്. ഇന്ന് ഞാൻ വെജിറ്റബിൾസ് ഇടുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് വെറൈറ്റിക്ക് ചിക്കൻ നൂഡിൽസ് ആയിട്ട് ഇന്ന് മിക്സ്ഡ് നൂഡിൽസ് ആക്കുന്നില്ല, ഇന്ന് ചിക്കൻ നൂഡിൽസ് ആവാമെന്ന് വിചാരിച്ചു. ഇതാണ് ഇൻഡോമി നൂഡിൽസ്. ആ നൂഡിൽസിൻ്റെ ഉള്ളിലുള്ളതെന്ന് പറയുന്നത് ഓയിലുണ്ട്. അതിൽ ഒരു മസാല ഒക്കെ ചേർത്തിട്ടുള്ള ഒരു ഓയിലുണ്ട്. പിന്നെ സോയാ സോസ് ഉണ്ട്. പിന്നെ അവരുടെ ഒരു ഇൻഡോമിയുടെ ഒരു സ്പെഷ്യൽ പൗഡറും ഉണ്ട്. അപ്പം ഞാൻ ആ ഓയിൽ ആഡ് ചെയ്യുന്നില്ല. കാരണം ഓൾറെഡി നമ്മൾ ഓയിലാണല്ലോ കുക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് വീണ്ടും എക്സ്ട്രാ ഓയിൽ ആഡ് ചെയ്യുന്നില്ല. പിന്നെ സോയാ സോസും അതെടുക്കുന്നില്ല. കാരണം എൻ്റെ കയ്യിൽ വേറെ സോയാ സോസ് ഉള്ളത് കൊണ്ട് ആ സോയാ സോസ് ഞാൻ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ എന്താണേലും നമ്മുടെ ചിക്കൻ ഇത് വളരെ ചെറിയ ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഒരു 5 മിനിറ്റ്സ് 10 മിനിറ്റ്സിൽ ചിക്കൻ റെഡി ആയിക്കോളും. അപ്പം ഇതെന്ന് പറയുന്നത് നൂഡിൽസ് വേണ്ടിയിട്ടുള്ള വെള്ളം തിളച്ചു. ഞാൻ ഓയിലും സാൾട്ടും ഒഴിച്ചിട്ട് ചൂടാകാൻ വേണ്ടി വെട്ടിത്തിളയ്ക്കാൻ വേണ്ടി വെച്ച വെള്ളമായിരുന്നു. അപ്പോൾ വെള്ളമൊക്കെ വെട്ടിത്തിളച്ചത് കൊണ്ട് അതിലേക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ചോറ് കറികൾ അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ലഞ്ചിന് കൊണ്ടുപോകാറില്ല. മൊത്തത്തിൽ പൊതുവേ ഇവിടെ ഓഫീസിലുള്ള എല്ലാവരും അങ്ങനെ തന്നെയാണ്, ചോറും കറികളൊന്നും കൊണ്ടുപോകാറില്ല. ഒരു കൂടുതൽ പേരും കൊണ്ടുപോകാറില്ല. കൊണ്ടുപോകുന്നവരും ഉണ്ടാവാം, എനിക്കറിയില്ല. ഇവിടെ കോമൺ ആയിട്ട് എല്ലാവരും വല്ല സാൻഡ്വിച്ചോ അതുപോലെ തന്നെ ബർഗറോ നൂഡിൽസോ പാസ്തയോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ലൈറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ലഞ്ചിന് ഇവിടെ ഓഫീസിൽ കൊണ്ടുപോകുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് വന്നിട്ട് നന്നായിട്ട് ചോറ് വേണ്ടവർ ചോറ് കഴിക്കും, അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് ഞാൻ അതിൻ്റെ ഒപ്പം തന്നെ ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചായ വെക്കുകയാണ്. അപ്പോൾ ഞാൻ ഏലക്ക ഇട്ടതിന് ശേഷം ഞങ്ങൾ ഡയറക്റ്റ് ഷുഗർ യൂസ് ചെയ്യാറില്ല, ഡയറക്റ്റ് പഞ്ചസാര യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഇവിടുത്തെ ഒരു നല്ല സേഫായിട്ടുള്ള ഒരു നാച്ചുറൽ സ്വീറ്റനിങ് ഏജൻറ്റ് സ്റ്റീവിയയുടെ ലീഫ് എക്സ്ട്രാക്റ്റ് അതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നല്ലതാണ്, ബെറ്ററായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ മാക്സിമം പഞ്ചസാര സ്വീറ്റ്സ് അതുപോലെ തന്നെ പഞ്ചസാരയൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യാറുണ്ട്. പിന്നെ ഇടയ്ക്കൊരു ക്രേവിങ്സും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേനും നമ്മൾ കഴിക്കാറുമുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് 100% അവോയ്ഡ് ചെയ്യാമെന്നല്ല, എന്നാൽ പഞ്ചസാരേനെയൊക്കെ അകറ്റി നിർത്തിയേക്കുകയാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ചിക്കനിലേക്ക് നമ്മൾ സോയാ സോസും അതുപോലെ തന്നെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും ഒഴിച്ചു. ഒരു സ്വീറ്റനിങ് ഏജൻറ്റ് എന്നുള്ള രീതിയിൽ ഒരു ടേസ്റ്റ് മേക്കർ എന്നുള്ള രീതിയിൽ സോസുകൾ ഒഴിച്ചു. സോയാ സോസും അതുപോലെ തന്നെ ടൊമാറ്റോ കെച്ചപ്പും ഒഴിച്ചു. പിന്നെ ഇത് ഓൾറെഡി ടേസ്റ്റിയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ചിക്കനും അതുപോലെ തന്നെ സവോളയും പെപ്പർ പൗഡറും അതുപോലെ തന്നെ ഇൻഡോമിയുടെ കുറച്ച് മസാല ആക്കിയിട്ടിട്ടുള്ള നൂഡിൽസാണല്ലോ. അപ്പോൾ ഓൾറെഡി ഇതിന് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.
എന്നാൽ എൻ്റെ കയ്യിൽ നിന്ന് സ്പൂൺ താഴെ പോയി, ഞാൻ അതെടുക്കട്ടെ. ഇളക്കിക്കൊണ്ടിരുന്നതിനിടയ്ക്ക് സ്പൂൺ താഴെ പോയതാണ്. അപ്പോൾ നമ്മുടെ നൂഡിൽസ് കുക്കായിട്ടുണ്ട്, വെൽ കുക്കായിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വേവണ്ട, വെന്ത് കഴിഞ്ഞാൽ വെന്തുടഞ്ഞങ്ങ് പോകും. അപ്പോൾ ഒരു 90% വേവായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. കാര്യം എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് കുറച്ചും കൂടെ ഒന്ന് സ്പൈസിന് വേണ്ടിയിട്ട് കുറച്ചും കൂടെ പെപ്പർ പൗഡർ ആഡ് ചെയ്തതാണ്. നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്താൽ മാത്രമേ ആ ഒരു ടേസ്റ്റ് എല്ലായിടത്തും പിടിക്കത്തുള്ളൂ. ആ എരിവും ആ ഉപ്പും പിന്നെ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടാനായിട്ട് ഞാൻ കുറച്ചും കൂടെ ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ടൊമാറ്റോ കെച്ചപ്പിൻ്റെ മധുരമൊന്നും സ്വീറ്റൊന്നും നമ്മുടെ നൂഡിൽസിൽ ഇല്ലായിരുന്നു കേട്ടോ. നമ്മുടെ നൂഡിൽസ് നല്ല പെപ്പർ പൗഡറും ഗ്രീൻ ചില്ലിയും ചില്ലി പൗഡറും ഒക്കെ ചേർത്ത്, എന്നാൽ ഓവർ സ്പൈസിയും അല്ല. ഓവർ സ്പൈസി ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പൊക്കെ ആഡ് ചെയ്തത്. നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് അടിപൊളിയായി വെൽ കുക്കായിട്ടുണ്ട്. അപ്പോൾ എന്താണ്, അങ്ങനെ നമ്മുടെ നൂഡിൽസിൻ്റെ കംപ്ലീറ്റ് പ്രിപ്പറേഷൻ കഴിഞ്ഞു. വളരെ ടേസ്റ്റി ആയിരുന്നു. ഞാൻ ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കി. പിന്നെ മോള് സ്കൂളിൽ പോയി. മോൾ ഇന്ന് സ്കൂൾ ബസ്സിലാണ് പോയത്. അവൾ കറക്റ്റ് 6 മണിയായപ്പോൾ സ്കൂളിൽ പോയി. അപ്പോൾ ഞാൻ നൂഡിൽസ് ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത് അവൾ കണ്ടായിരുന്നു. അപ്പോൾ അമ്മ വെച്ചേക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ടും നൂഡിൽസ് കുറച്ച് വെച്ചേക്കുന്നുണ്ട്. പിന്നെ മോൾക്കിൻ്റെ സ്നാക്ക് ബോക്സ് വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഷോർട്സ് ഇട്ടിട്ടുണ്ട്. അപ്പം അവൾക്ക് സ്നാക്ക് ബോക്സിൽ ഇന്ന് കൊടുത്തു വിട്ടത് നമ്മുടെ ഏത്തപ്പഴം ഗീയിലിട്ട് വാട്ടിയതാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അവൾക്ക് അവളുടേതായ കുറച്ച് ഇഷ്ടപ്പെട്ട കുറച്ച് സ്നാക്സും നട്ട്സും ഫ്രൂട്ട്സും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ്, നമ്മുടെ നമ്മുടെ മോളുടെ സ്നാക്ക് ബോക്സ് വീഡിയോ കാണാത്തവരൊന്ന് ചെന്ന് കാണുക. അപ്പോൾ ഇതാ നമ്മൾ കിച്ചണിൽ നിന്ന് മാറി, കിച്ചൺ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞു. നമ്മളിതാ ഡൈനിങ് ടേബിളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി നൂഡിൽസ് ടേസ്റ്റ് നോക്കി കേട്ടോ. അപ്പോൾ ഇതാണ് ഇക്ക കൊണ്ടുപോകുന്ന ബോക്സ് എന്ന് പറയുന്നത്, ഇക്കയുടെ ലഞ്ച് ബോക്സ്. അപ്പോൾ അതിലേക്ക് ഞാൻ ചിക്കൻ നൂഡിൽസ് സ്പ്രെഡ് വിളമ്പുകയാണ്. അപ്പോൾ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഇന്ന് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള നൂഡിൽസ് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, എന്നാൽ അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ള, ടൊമാറ്റോ കെച്ചപ്പിൻ്റെ വളരെ ലൈറ്റായിട്ടുള്ള സ്വീറ്റ്നെസ്സൊക്കെയുള്ള നല്ല അടിപൊളിയായിട്ടുള്ള, മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ നൂഡിൽസ്. അപ്പോൾ ഇത് ഇക്കാക്ക് കൊടുത്തു വിടാൻ വേണ്ടി, ഇതാണ് ഇന്നത്തെ ഇക്കാടെ ലഞ്ച് ബോക്സ്. അപ്പോൾ സാറാടെ സ്നാക്ക് ബോക്സ് ഓൾറെഡി റെഡിയാക്കി കൊടുത്തു വിട്ടു. അപ്പോൾ ഇതാ അടുത്ത ആളുടെ ലഞ്ച് ബോക്സ് റെഡിയാക്കുകയാണ്. എന്താണേലും ഇപ്പം രാവിലെ ഇപ്പം അടിപൊളിയാണ്. 5 മണിക്ക് എഴുന്നേൽക്കുകയും വേണം. കുക്കിങ്ങാണ്. അതുകൊണ്ട് ഞാനിപ്പം ലഞ്ച് ഒക്കെ ഞാനിപ്പോൾ അങ്ങനെ ഉച്ചയ്ക്ക് ചെയ്യാറില്ല, ഒരുപാട് ചെയ്യാറില്ല. കാരണം ലഞ്ചെന്ന് പറഞ്ഞിട്ട് ഞാൻ എപ്പോഴും ഇപ്പോൾ ചോറൊന്നും കഴിക്കാറില്ല. ബ്രേക്ക്ഫാസ്റ്റൊക്കെ തന്നെയാണ് ഇപ്പോൾ ലഞ്ചിനും കഴിക്കുന്നത്. കാരണം അതിന് മാത്രം കണ്ടൻറ്റുകളും അതിന് മാത്രം പരിപാടികളും വെളുപ്പാങ്കാലത്ത് 5 മണിക്ക് തൊട്ടേ ഉണ്ടല്ലോ. അതുകൊണ്ട് പിന്നെ ലഞ്ചും കൂടെ പ്രിപ്പയർ ചെയ്യാനായിട്ട്, എല്ലാ ദിവസവും ലഞ്ചും കൂടെ പ്രിപ്പയർ ചെയ്യാനായിട്ട് മൂടില്ല. അപ്പം കുഞ്ഞുങ്ങൾക്ക് ഞാൻ കൂടുതലായിട്ട് കഞ്ഞിയും കാര്യങ്ങളൊക്കെ കൊടുക്കും. ഇക്കാക്ക് ലഞ്ച് വേണ്ട. കാരണം ഇക്കാക്ക് ലഞ്ചെന്ന് പറയുന്നത്, ഓഫീസ് ഉള്ള ദിവസങ്ങളിൽ ലഞ്ചെന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. വീക്കെൻഡ്സിൽ ലഞ്ച് കാര്യമായിട്ട് വിഭവസമൃദ്ധമായിട്ടുള്ള ലഞ്ച് പ്രിപ്പയർ ചെയ്യും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നൂഡിൽസ്, ഞാനപ്പോൾ കുറച്ച് നൂഡിൽസ് എടുത്ത് ടേസ്റ്റ് ചെയ്യുമായിരുന്നു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അടിപൊളി. ആ സവോളയും ആ ചിക്കനും സോയാ സോസും ടൊമാറ്റോ കെച്ചപ്പും എല്ലാം ചേർന്നപ്പോൾ ഉണ്ടല്ലോ, എല്ലാം കൂടെ ചേർത്ത് ഒരുമിച്ച് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, അടിപൊളി ഐറ്റം. അപ്പോൾ താങ്ക് യു